ഹലോ എവരിവൺ, വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ. സോ നമ്മൾ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് കേട്ടോ. സെക്കൻഡ് യൂണിറ്റ് വരുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചറിൽ പഠിക്കുന്ന ചില കൺസെപ്റ്റ് എല്ലാം നമുക്ക് പേപ്പർ 1 ICTയിലും പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ടോപ്പിക് ഈസ് നമ്പർ സിസ്റ്റം. ഓക്കെ, സോ എന്താണ് ഒരു നമ്പർ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്പർ സിസ്റ്റം എന്നുള്ളത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റംസ് വരുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ റാഡിക്സ്, അതുപോലെ ബേസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് വരുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് നമ്പർ സിസ്റ്റംസ് ആണ്. ഒന്ന് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പം അതിൻ്റെ ബേസ് 10 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സെക്കൻഡ് വൺ ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് 2 ആണ്. അതുപോലെ തേർഡ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒക്ടാലാണ്. ഒക്ടാലിൻ്റെ ബേസ് വരുന്നുണ്ടാവുക 8 ആണ്. അതുപോലെ നമ്മൾ പറയുന്ന മറ്റൊരു നമ്പർ സിസ്റ്റം ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പം അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നുണ്ടാവുക 16 ആണ്. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് പേപ്പർ 1 ICTയിലും പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. പേപ്പർ 1 അല്ലെങ്കിൽ പേപ്പർ 2 നമുക്ക് ഈ ഒരു ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ഇന്ന് നമ്മളിതിൽ ജനറലായിട്ടും പറയുന്നുണ്ട്, അതുപോലെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ബൈനറിയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിന് ഡെസിമലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ടും ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ ജനറലായിട്ട് ബാക്കി നമ്പർ സിസ്റ്റത്തിന് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഡെസിമൽ ടു ബൈനറി നമ്പർ സിസ്റ്റം കൺവേർഷൻ. എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക? നമുക്കറിയാം, ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ബേസ് 10 ആണ് അല്ലേ. അതുപോലെ ബൈനറി എന്ന് പറഞ്ഞാൽ ബേസ് 2 ആണ്. ബേസ് 10 ഒരു നമ്പറിനെ ബേസ് 2 നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നുണ്ടാവുക? ആ ഒരു 10 തന്നിട്ടുള്ള ആ നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്കല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്, അതായത് ബേസ് 2 കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു റിമൈൻഡർ നമ്മൾ അവിടെ നോട്ട് ചെയ്യുന്നു. അറ്റ് ദ എൻഡിൽ ബോട്ടം ടു ടോപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്ന ആ ഒരു നമ്പർ അതായിരിക്കും. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടുന്നുണ്ടാവും. അതുപോലെ അപ്പോൾ ഇനി ഏതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ ഏതൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന മെത്തേഡ് സെയിം ആണ്. അതായത് ഡെസിമലിനെ ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 2 കൊണ്ടായിരിക്കും. ഡെസിമലിനെ നമ്മൾ ഒക്ടാലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളൊരു ഡിഫറൻസേ അവിടെ വരുന്നുള്ളൂ. ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 16 കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ചില സമയത്ത് പേപ്പർ 1 ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത് ഈ 4 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പർ സിസ്റ്റം ബേസ് ആയിട്ട് തരുന്നുണ്ടാവും. അപ്പം എക്സ് എന്നുള്ള ഒരു ബേസിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡെസിമൽ നമ്പറിനെ എന്ത് ചെയ്താൽ മതി? ആ ഒരു എക്സ് എന്നുള്ള ബേസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് റിമൈൻഡർ എത്രയാണോ കിട്ടുന്നത് അത് നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് 82 എന്നുള്ള ഈ ഒരു ഡെസിമൽ നമ്പറിന് നമ്മൾ എങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഓക്കെ, 82 ആണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. സോ 82നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഏതൊരു നമ്പർ സിസ്റ്റത്തിൻ്റെ ഡെസിമലിന് വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ബേസിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, സോ 82നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 41. ഓക്കെ, 41 റിമൈൻഡർ എത്രയായിരിക്കും? 0. ഓക്കെ, 41നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 41 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 20 ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, ഇനി 20നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 10 ആയിരിക്കും. റിമൈൻഡർ 0 ആണ്. 10നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5 ആയിരിക്കും. റിമൈൻഡർ 0 ആണ്. 5നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5/2 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതുപോലെ റിമൈൻഡർ 1 ആയിരിക്കും. 2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ റിമൈൻഡർ
2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ബോട്ടം ടു ടോപ്പിലേക്ക് ഇതിനെ റൈറ്റ് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1 0 1 0 0 1 0 ആയിരിക്കും. ഇതാണ് 82ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെപ്സ് നോക്കുക. ഏത് ഡെസിമൽ, അതായത് ഏതൊരു നമ്പറിനെ ഡെസിമൽ നമ്പറിൽ നിന്ന് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിനെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. റിമൈൻഡർ ആണ് നമ്മൾ നോട്ട് ചെയ്തിട്ട് എഴുതുന്നുണ്ടാവുക. ഓക്കെ, സോ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിവിഡൻഡ് ഏതാണെന്നുള്ളത് നോക്കുന്നു, അതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ക്വോഷ്യൻ്റ് ഉണ്ടാവും, അതുപോലെ റിമൈൻഡർ. ഈ റിമൈൻഡർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോട്ടം ടു ടോപ്പ് എന്നുള്ള രീതിയിലേക്ക് റൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇനി ഇവിടെ തന്നെ നമുക്കിപ്പം എല്ലാ രീതിയിലും ഈ ഒരു രീതിയിൽ ഇത് സിമ്പിളാണ് അല്ലേ? 82 എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. പക്ഷെ നമുക്ക് 82 ആയിരിക്കില്ല തരുന്നുണ്ടാവുക. ചിലപ്പം ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടാവുക പോയിന്റ് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ് വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10.625 ഇതിനെങ്ങനെയായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുക? ഇവിടെ 10 ആണെങ്കിൽ നമുക്കറിയാം 10നെ എന്ത് ചെയ്താൽ മതി? 10നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ ബോട്ടം ടു ടോപ്പിലേക്ക് എഴുതിയാൽ മതി. പക്ഷേ പോയിന്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവിടെ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. പോയിന്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോയിന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യല്ല ചെയ്യുന്നുണ്ടാവുക, ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 10നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലേ? 10നെ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 10 ഡിവൈഡഡ് ബൈ 2 5 ആയിരിക്കും. ആൻസർ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. 5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ആൻസർ റിമൈൻഡർ 1 ആണ്. 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. റിമൈൻഡർ 0 ആണ്. ദെൻ 1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 10ൻ്റെ ബൈനറി എന്ന് പറയുന്നത് എന്താണ്? 1010 ആണെന്ന് കിട്ടി. സോ ഇനി നമുക്ക് കാണാനുള്ളത് 0.625നെ എങ്ങനെയാണ് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 0.625നെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ 10നെ കൺവേർട്ട് ചെയ്ത സമയത്ത് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു 0.25നെ, അതായത് പോയിന്റിന് ശേഷമുള്ള ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ ഡിവിഷൻ അല്ല ചെയ്യുന്നുണ്ടാവുക, അവിടെ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഏതൊരു നമ്പറിൽ നിന്ന് ഏതൊരു നമ്പറിലേക്കാണോ കൺവേർട്ട് ചെയ്യുക, അതായത് ഏത് ബേസിൽ നിന്ന് ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഡെസിമലിൽ നിന്നാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവുക എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഏത് ബേസിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ബേസിനെ കൊണ്ടായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 0.25 ഇൻറ്റു 2 0.25 ഇൻറ്റു 625 ഇൻറ്റു 2 എന്ന് പറയുന്ന സമയത്ത് എന്താണ് വരുന്നുണ്ടാവുക? 1.250 അല്ലേ? അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റിമൈൻഡർ ആയിരുന്നു നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാവുക ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ടാണ്. സോ ഇതിലെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫ്രാക്ഷണൽ പാർട്ടില്ലേ, അതിനെയാണ് നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ 0.25. ഓക്കെ, 250 ഇൻറ്റു 2 എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 25നെ 2നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക 0.50. അപ്പോൾ ഇവിടുത്തെ വന്നിട്ടുള്ള ഇൻറ്റിജർ പാർട്ട് ഏതാണ്? ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫ്രാക്ഷണൽ പാർട്ടിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. എന്തായിരിക്കും വരുന്നുണ്ടാവുക? 0.50 ഇൻറ്റു 2 എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 0.50 ഇൻറ്റു 2 എന്ന് പറഞ്ഞ സമയത്ത് 1 ആയിരിക്കും അല്ലേ ആൻസർ വരുന്നുണ്ടാവുക. സോ ഇവിടെ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. എത്രയാണ് ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞത്? 1 ആണ്. സോ ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഇൻറ്റിജർ പാർട്ടിന് നമ്മൾ കൺവേർട്ട് ചെയ്തു ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടാണ് ബോട്ടം ടു ടോപ്പാണ് നമ്മൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മീൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. സോ ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇവിടെ 1010 ഓക്കെ 1010 പോയിൻ്റ് എന്തുണ്ട്? ടോപ്പ് ടു ബോട്ടം 101. ഇതായിരിക്കും 10.625ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്നുകൂടി പറയാം.
ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ 10.625 ബേസ് 10നെ നമുക്ക് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? ബേസ് 2ലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബേസ് 2ൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൺവേർട്ട് ഇൻറ്റിജർ പാർട്ട്, 10ൻ്റെ ഇൻറ്റിജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യുകയാണ്. ഇൻറ്റിജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 2 റിപ്പീറ്റഡ്ലി. അതായത് ഈ ഒരു 10നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2നെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുന്നുണ്ടാവുക? ബോട്ടം ടു ടോപ്പ്. ഓക്കെ, സോ എന്ന് കിട്ടും? 1010 എന്ന് കിട്ടും. ദെൻ നമ്മൾ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്? ഫ്രാക്ഷണൽ പാർട്ടിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. 0.625നെ കൺവേർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ ബൈ 2 റിപ്പീറ്റഡ്ലി. ഓക്കെ, അതായത് 2നെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 101. അപ്പോൾ ഈ 101ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടോപ്പ് ടു ബോട്ടത്തിലാണ് എടുക്കേണ്ടത്. സോ 101 ഇത് ബേസ് 2 ആണ് കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റത്തിന് നമുക്ക് ഡെസിമലിൽ നിന്ന് വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തും ഒറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. കൺവേർട്ട് ചെയ്യുന്നത് ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ആ ഒരു ബേസ്. 2 ആണെങ്കിൽ 2 എന്നുള്ളത് ഡിവൈഡ് ചെയ്യുക. 8 ആണെങ്കിൽ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വേറെ ഏത് നമ്പറാണോ തന്നിട്ടുള്ളത് ആ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന സമയത്ത് സെയിം നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.